ഓക്കെ. അപ്പോൾ ഇത് ഫാർമസ്യൂട്ടിക്കൽ ബയോകെമിസ്ട്രിയിൽ മെയിൻലി വരുന്നുണ്ട്. ഈ ഒരു സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കുന്നതാണ്. ക്രബ് സൈക്കിൾ, അതേപോലെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാത്വേസും, അതുകൊണ്ടാണ് നമ്മളതിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ ആണല്ലോ. അതായത് ഓക്സാലോ അസിറ്റേറ്റ് റിയാക്ട് ചെയ്യുമ്പോഴാണ് അവിടെ ഫസ്റ്റ് ആയിട്ടുള്ള സിട്രേറ്റ് ഫോം അല്ലെങ്കിൽ സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നത്. ATP ഫ്രം 1 FADH2, പിന്നെ ഒരു ATP ഫ്രം GTP. ടോട്ടൽ നമുക്ക് അറൌണ്ട് 10 ATP ആണ് ഒരു എന്താ പറയുക ക്രബ് സൈക്കിളിൽ, ഒരു അസറ്റൈൽ കോയെ സൈക്കിളിൽ നമുക്ക് കിട്ടുന്നത് അറൌണ്ട് 10. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കിളാണ് ക്രബ് സൈക്കിൾ. ഓക്കെ, ഇത് ഫാർമസ്യൂട്ടിക്കൽ ബയോകെമിസ്ട്രിയിൽ മെയിൻലി വരുന്നുണ്ട്. ഈ ഒരു സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കുന്നതാണ് ക്രബ് സൈക്കിൾ. അതേപോലെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാത്വേസും സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ക്രബ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷനിൽ എന്താണ് ക്രബ് സൈക്കിൾ, ഓക്കെ, അതെവിടെയൊക്കെയാണ് നടക്കുന്നത്, ഏതൊക്കെ മോളിക്യൂൾസ് ആണ് കൺവേർട്ട് ആവുന്നത്, എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് എനർജി പ്രൊഡക്ഷൻ അല്ലെ, ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി പ്രൊഡക്ഷൻ എത്രയാണ്, അതേപോലെ തന്നെ സൈക്കിളും എന്താണ്, ആ ഒരു ക്രബ് സൈക്കിളിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോക്കാം, ഇവിടെ എന്താണ് ക്രബ് സൈക്കിൾ. ഈ ഒരു ക്രബ് സൈക്കിൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഡിസ്കവർ ചെയ്തതിൽ കണ്ടുപിടിച്ചത് ഹാൻസ് ക്രബ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അതിനെ ക്രബ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അയാളുടെ പേരിനെ ആസ്പദമാക്കിയിട്ടാണ് അതിന് നെയിം ഇട്ടത്, ഹാൻസ് ക്രബ് ആൻഡ് ക്രബ് സൈക്കിൾ. ഓക്കെ, പിന്നെ ഇവിടെ വരുന്നതാണ്, അതിനെ നമ്മൾ മറ്റൊരു പേരോട് വിളിക്കും, ദാറ്റ് ഈസ് സിട്രിക് ആസിഡ് സൈക്കിൾ. ഓക്കെ, സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കും. പിന്നെ TCA സൈക്കിൾ എന്ന് പറഞ്ഞാലും ശരിയാണ്, പക്ഷെ അതിപ്പോൾ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നില്ല. പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ഹാൻസ് ക്രബ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സോറി, സിട്രിക് ആസിഡ് സൈക്കിൾ ഓർ ക്രബ് സൈക്കിൾ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എന്ന് നോക്കാം. ഈ റിയാക്ഷന്റെ പ്രത്യേകം നോക്കാം. അതൊരു സീരീസ് ഓഫ് റിയാക്ഷൻ ആണ്. അത് മെയിൻലി യൂക്കാരിയോട്ടിക് സെൽസിലാണ് നടക്കുക. അതേപോലെ തന്നെ എവിടെയാണ് നടക്കുന്നത്, മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലാണ് ഈ ഒരു ക്രബ് സൈക്കിൾ നടക്കുന്നതിന്റെ ലൊക്കേഷൻ. ലൈക്ക് ടേക്സ് പ്ലേസ് ഇൻ ദി മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുക അവിടെ ആ ഒരു ക്രബ് സൈക്കിൾ നടക്കുമ്പോൾ അവിടെ ഓക്സിഡേഷൻ ഓഫ് അസറ്റൈൽ കോയന്റെ ഓക്സിഡേഷൻ നടന്നിട്ട് അവിടെ കാർബൺ ഡയോക്സൈഡും അതേപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റംസും ആദ്യം റിലീസ് ചെയ്യും, പിന്നീട് അത് വാട്ടർ മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും, പിന്നെ ഹൈഡ്രജൻ ആറ്റംസും റിലീസ് ചെയ്യുന്നുണ്ട്, പിന്നീട് അത് വാട്ടർ മോളിക്യൂൾ H2O ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ ആണ് അല്ലേ. അത് മെയിൻലി നടക്കുന്നത് യൂക്കാരിയോട്ടിക്സിലെ മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലാണ് നടക്കുന്നത്. അവിടെ ഓക്സിഡേഷൻ ഓഫ് അസറ്റൈൽ കോയിന്റെ ഓക്സിഡേഷൻ നടന്നിട്ട് ഇവിടെ കാർബൺ ഡയോക്സൈഡ് മെയിൻലി ജനറേറ്റ് ചെയ്യും, അതുകൂടാതെ തന്നെ വാട്ടറും. ഓക്കെ, ഇനി ദിസ് സൈക്കിൾ ഈസ് ടേംഡ് ആസ് സിട്രിക് ആസിഡ് സൈക്കിൾ. എന്തുകൊണ്ടാണ് ഇതിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിച്ചു നോക്കാം. ഇവിടെ അതിന് വിളിക്കാനുള്ള കാരണമുണ്ട്. ബിക്കോസ് ഇവിടെ ഫസ്റ്റ് ഫോം ചെയ്യുന്ന ഒരു മെറ്റബോളിക് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് അത് സിട്രിക് ആസിഡ് ആണ്. ഓക്കെ, ഈ സൈക്കിളിൽ ഫസ്റ്റ് ഫോം ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് സിട്രിക് ആസിഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ ആണല്ലോ. അതായത് മെയിൻലി പറഞ്ഞത് എന്താണ്, ഹാൻസ് ക്രബ്, അതേപോലെ തന്നെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കും. ഓക്സിഡേഷൻ നടക്കുകയാണ് അസറ്റൈൽ കോയന്റെ, അതിന് സംഭവിക്കുകയാണ് റിലീസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ആറ്റംസ്, പിന്നെ ആ ഹൈഡ്രജൻ ആറ്റംസ് വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇപ്പൊ നെക്സ്റ്റ് എന്താ പറയുന്ന ക്രബ് സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒക്കേഴ്സ് ഓൺലി അണ്ടർ എയറോബിക് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്രബ് സൈക്കിൾ നടക്കണമെങ്കിൽ അവിടെ ഒരു എയറോബിക് കണ്ടീഷൻ വേണം. ഓക്കെ, അപ്പൊ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഫൈനൽ കോമൺ പാത്വേ ഫോർ ഓക്സിഡേഷൻ ഓഫ് ഓൾ ബയോമോളിക്യൂൾസ്, പ്രോട്ടീൻസ് ആയാലും ഫാറ്റി ആസിഡ്സ് ആയാലും കാർബോഹൈഡ്രേറ്റ്സ് ആയാലും ഇപ്പൊ ബയോമോളിക്യൂൾസ് എടുത്താൽ ആ ബയോമോളിക്യൂൾസിന്റെ ഒക്കെ അവസാനം വരുന്ന ഒരു കോമൺ പാത്വേ ആണ്. അപ്പൊ ആ കോമൺ പാത്വേ ആണ് ഫോർ ഓക്സിഡേഷന് വേണ്ടിയിട്ടുള്ള ഒരു അവസാനം വരുന്ന ഒരു കോമൺ പാത്വേ ആണ് ഈ ഒരു ക്രബ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രോട്ടീൻസ്, ഫാറ്റി ആസിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സിന്റെ കേസിൽ. ഓക്കെ, മോളിക്യൂൾസ് ഫ്രം അതർ സൈക്കിൾസ് ആൻഡ് പാത്വേസ് എൻ്റർ ദി സൈക്കിൾ ത്രൂ അസറ്റൈൽ കോയ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മറ്റുള്ള സൈക്കിൾസിൽ നിന്നും അതേപോലെ തന്നെ ഗ്ലൈക്കോളിസിസ് പോലുള്ള പാത്വേസിൽ നിന്നും മോളിക്യൂൾസ് സിട്രിക് ആസിഡിലേക്ക് അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് അല്ലെങ്കിൽ ക്രബ് സൈക്കിളിലേക്ക് എങ്ങനെയാണ് വരുന്നത്, അസറ്റൈൽ കോയ വഴിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഈ ഒരു സൈക്ലിക് സീക്വൻസ് എന്ന് പറയുന്നത് യൂഷ്വലി 8 എൻസൈം മീഡിയേറ്റഡ് റിയാക്ഷൻസ് ആണ്. 8 റിയാക്ഷൻസോളം ഇതിൽ സൈക്കിളിൽ വരുന്നുണ്ട്. 8 എൻസൈം മീഡിയേറ്റഡ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള 8 എൻസൈംസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ഇലക്ട്രോൺസ്, ഹൈ എനർജി മോളിക്യൂൾസ് ടു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ATPs ആൻഡ് വാട്ടർ. എന്താ പറയുന്നത്, അതായത് ഈ ഒരു ക്രബ് സൈക്കിളിൽ നിന്നും എന്താണ് ഹൈ എനർജി മോളിക്യൂൾസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കൊടുക്കുന്നുണ്ട് എവിടത്തേക്ക്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക്. എന്തിനാണ്, ഫോർ ATP ജനറേഷൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഈ ക്രബ് സൈക്കിളിൽ നിന്ന്
ഹൈ എനർജി മോളിക്യൂൾസും പോകുന്നുണ്ട്, അതേപോലെ തന്നെ ATP ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് നോക്കാം, എനർജി പ്രൊഡക്ഷനിൽ പറയാം, ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് കൊടുക്കുകയാണ് മോളിക്യൂൾസിനെ. ഓക്കെ, പിന്നെ പൈറുവേറ്റ് ഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഗ്ലൈക്കോളിസിസ്. അപ്പോൾ ഇതൊരു പാത്ത് ആണ്, ഗ്ലൈക്കോളിസിസ് പാത്വേയിലെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിലാണ് എന്ത് ഫോം ചെയ്യുന്നത്, പൈറുവേറ്റ് ഫോം ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഈ പൈറുവേറ്റിനെ ക്രബ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ എങ്ങനെ പോകും? പൈറുവേറ്റ് ഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് ഗ്ലൈക്കോളിസിസ് ഈസ് ഫസ്റ്റ് ഓക്സിഡൈസ്ഡ് ഇൻടു അസറ്റൈൽ കോയ. അപ്പോൾ ഈ പൈറുവേറ്റിനെ ആദ്യം അസറ്റൈൽ കോയ ആയിട്ട് എന്ത് ചെയ്യുക, ഓക്സിഡൈസ് ചെയ്യാം, എന്നിട്ട് അത് എന്തിലേക്ക് ആഡ് ചെയ്യാം, ഇതിലേക്ക് കയറാൻ പറ്റും, സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് കയറാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞത്. കണ്ടോ, മോളിക്യൂൾസ് ഫ്രം അതർ സൈക്കിൾസ് ആൻഡ് പാത്വേസ് എൻ്റർ ദിസ് ക്രബ് സൈക്കിൾ ത്രൂ അസറ്റൈൽ കോയ. അപ്പോൾ ഇവിടെ പൈറുവേറ്റ് ആണ് എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ്. അപ്പോൾ ആ പൈറുവേറ്റ് സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് എങ്ങനെയാണ് വരുന്നത്, അത് അസറ്റൈൽ കോയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. പൈറുവേറ്റിനെ അസറ്റൈൽ കോയ ആയിട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷമാണ് സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്രബ് സൈക്കിളിലോട്ട് പോവാം. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്രബ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇവിടെ അസറ്റൈൽ കോയ ഉണ്ടോ, അസറ്റൈൽ കോയയാണ്. അസറ്റൈൽ കോയ വിൽ ഫസ്റ്റ് റിയാക്ട് വിത്ത് ഓക്സാലോ അസിറ്റേറ്റ്. ഓക്സാലോ അസിറ്റേറ്റ് റിയാക്ട് ചെയ്യുമ്പോഴാണ് അവിടെ ഫസ്റ്റ് ആയിട്ടുള്ള സിട്രേറ്റ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിട്രിക് ആസിഡ് എന്ന് വിളിക്കാൻ കാരണം ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് സിട്രേറ്റ് ആണ്, അല്ലെങ്കിൽ സിട്രിക് ആസിഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് വിളിക്കുന്നത്, ക്രബ് സൈക്കിളിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ അസറ്റൈൽ കോയയും അതേപോലെ തന്നെ ഓക്സാലോ അസിറ്റേറ്റും കൂടെ സിട്രേറ്റ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈം, ഇതാണ് നമ്മുടെ ഫസ്റ്റ് എൻസൈം. ഓക്കെ, സിട്രേറ്റ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടെ സിട്രേറ്റ് ആയിട്ട് മാറാണ്, സിട്രേറ്റ്. ഓക്കെ, അപ്പോ ഇതാണ് ഫസ്റ്റ് വരുന്നത്. ഇനി എന്ത് സംഭവിക്കുന്നത്, സിട്രേറ്റ് എന്ന് പറയുന്ന ഒരു മോളിക്യൂള് അക്കോണിറ്റേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടെ ഐസോസിട്രേറ്റ് മാറാണ്. ഓക്കെ, സിട്രേറ്റ് ടു ഐസോസിട്രേറ്റ് ബൈ യൂസിങ് എൻസൈം അക്കോണിറ്റേസ്. ഓക്കെ, അക്കോണിറ്റേസ്. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പില് നമ്മൾ നേരത്തെ ഫോം ചെയ്ത ഐസോസിട്രേറ്റ് എന്താ സംഭവിക്കുന്നത്, ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന മൂന്നാമത്തെ എൻസൈം. ഓക്കെ, ഇത് രണ്ടാമത്തെ എൻസൈം. മൂന്നാമത്തെ എൻസൈം ആയിട്ടുള്ള ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസിന്റെ പ്രസൻസിൽ ഐസോസിട്രേറ്റിനെ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആയിട്ട് മാറ്റുകയാണ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇവിടെ നടക്കണമെങ്കിൽ അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന് NAD+ NADH+H+ ആയി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കൂടാതെ തന്നെ കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ ഐസോസിട്രേറ്റിന് CO2 മോളിക്യൂള് റിമൂവ് ആയിട്ട് പോകുന്നുണ്ട് സൈക്കിളിൽ നിന്ന്. ഓക്കെ, അപ്പൊ ആലോചിക്കേണ്ട കാര്യം രണ്ട് കാര്യമാണ് ഇവിടെ നടക്കുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസിന്റെ പ്രസൻസിൽ ഐസോസിട്രേറ്റിനെ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് മാറ്റുകയാണ് അല്ലെ, ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നടക്കുന്നത് NAD+നെ NADH ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഒരു കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ ഐസോസിട്രേറ്റിന് റിമൂവ് ആവുന്നുണ്ട്. ഓക്കെ, ഞാൻ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജനേസിന്റെ പ്രസൻസിൽ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് സക്സിനൈൽ കോയ ആയിട്ട് മാറാണ്. ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് സക്സിനൈൽ കോയ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജനേസ്. അപ്പൊ ഇവിടെ ഒരു കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ ഇവിടുന്ന് റിമൂവ് ആവുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു NAD+നെ NADH ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു നാലാമത്തെ സ്റ്റെപ്പിൽ എത്തിയപ്പോൾ നമുക്ക് ഇവിടെ ഒരു NADH, ഓക്കെ, 1 NADH, ഇവിടെയും ഒരു NADH അല്ലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ നമുക്ക് 2 NADH നമുക്ക് ഇവിടെ കിട്ടി ഇൻ ദ കേസ് ഓഫ് തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റെപ്പിൽ. ഓക്കെ, നാലാമത്തെ കഴിഞ്ഞ് നമ്മൾ അഞ്ചാമത്തിലേക്ക് പോകുമ്പോൾ സക്സിനൈൽ കോയനെ സക്സിനേറ്റ് ആക്കി മാറ്റുന്ന ഒരു സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പിൽ ഉപയോഗിക്കുന്ന എൻസൈം എന്ന് പറയുമ്പോൾ സക്സിനൈൽ കോയ സിന്തറ്റേസ്. ഓക്കെ, സക്സിനൈൽ കോയ സിന്തറ്റേസ് എന്ന് പറയുന്ന എൻസൈമാണ് സക്സിനൈൽ കോയനെ സക്സിനേറ്റ് ആക്കിയിട്ട് മാറ്റുന്നത്. അതിന്റെ അവിടെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു GDPനെ GTP ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ്, ഒരു GDPനെ ഒരു GTP ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി സക്സിനേറ്റ് ഫോം ചെയ്തല്ലോ. അപ്പൊ സക്സിനേറ്റിനെ ഫ്യൂമറേറ്റ് ആക്കുന്ന എൻസൈമാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. ഇത് ആറാമത്തെയാണ് സ്റ്റെപ്പാണ് വരിക. അപ്പൊ സക്സിനേറ്റിനെ ഫ്യൂമറേറ്റ് ആക്കുന്ന എൻസൈമാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു FAD മോളിക്യൂളിനെ FADH2 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ 2 NADH അവിടെ കിട്ടി, പിന്നെ ഇവിടെ ഒരു GTP ഫോം ചെയ്തു, അതുകൂടാതെ തന്നെ ഒരു FADH2 ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഫ്യൂമറേറ്റിനെ മാലേറ്റ് ആക്കി കൺവേർട്ട് ആണ്. ഫ്യൂമറിക് ആസിഡ് ടു മാലിക് ആസിഡ് എന്നും വിളിക്കാം, അല്ലെങ്കിൽ ഫ്യൂമറേറ്റ് ടു മാലേറ്റ് എന്നും പറയാം. അതിനെ യൂസ് ചെയ്യുന്ന എൻസൈമാണ് ഫ്യൂമറേസ്. ഓക്കെ, ഏഴാമത്തെ സ്റ്റെപ്പാണ് ഫ്യൂമറേസ്. അവിടെ ഒരു വാട്ടർ മോളിക്യൂൾ സൈക്കിളിനുള്ളിലേക്ക് പോവാണ്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് എന്ത് കിട്ടി, മാലിക് ആസിഡ് അല്ലെങ്കിൽ മാലേറ്റ് കിട്ടി. ഇനി ഈ മാലേറ്റിനെ ലാസ്റ്റ് എന്താക്കി മാറ്റും, ഓക്സാലോ അസിറ്റേറ്റ് ആക്കി മാറ്റും. അത് യൂസ് ചെയ്യുന്നത് മാലേറ്റ് ഡീഹൈഡ്രോജനേസ്. ഓക്കെ,
മാലേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടെയാണ് അതിനെ ഓക്സാലോ അസിറ്റേറ്റ് ആക്കി മാറ്റുന്നത്. അപ്പോൾ അവിടെ NAD+നെ NADH ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് കോമൺ ആയിട്ട് നോക്കുവാണെങ്കിൽ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം വരുന്നിടത്ത് ഓക്കെ കണ്ടോ 3 സ്റ്റേറ്റിൽ NADH മൂന്ന് NADH ജനറേറ്റ് ഉണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ്? ഒന്ന് ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ്, ഒന്ന് ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജനേസ്, അതേപോലെ തന്നെ മാലേറ്റ് ഡീഹൈഡ്രോജനേസ്. അപ്പോൾ ഈ 3 കേസിലും ഓരോ NADH മോളിക്യൂൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സക്സിനൈൽ കോയെ സിന്തേസിന്റെ പ്രസൻസിൽ അവിടെ ഒരു GDP-നെ GTP ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സക്സിനൈൽ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം ആണെങ്കിൽ അതിന് FAD-നെ ഒരു FADH2 ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മുടെ സൈക്കിളിൽ വരുന്നത്, ക്രബ് സൈക്കിളിന്റെ. ഓക്കെ, ഇവിടെ എന്തൊക്കെ തരത്തിലാണ് എനർജി മോളിക്യൂൾ അല്ലെങ്കിൽ ATP എനർജി എങ്ങനെയാണ് വരുന്നത് നോക്കാം അല്ലെ. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ആഫ്റ്റർ 1 കംപ്ലീറ്റ് ടേൺ ഓഫ് ക്രബ് സൈക്കിൾ, ഒരു ക്രബ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് അവിടെ 2 കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ റിമൂവ് ആകുന്നുണ്ട്, 3 NADH മോളിക്യൂൾ ഫോം ചെയ്യുന്നുണ്ട്, ഒരു FADH2 മോളിക്യൂൾ ഫോം ചെയ്യുന്നുണ്ട്, ഒരു ATP അല്ലെങ്കിൽ GTP ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കോഎൻസൈം എനെ റിലീസ് ചെയ്യുന്നുണ്ട് അല്ലെ, COASH എന്ന് പറയുന്ന കോഎൻസൈം എനെ അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓക്സാലോ അസിറ്റേറ്റ് 4 കാർബൺ ആണ്, അത് ഫൈനൽ സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്ക് റീജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ അപ്പോ സൈക്കിളിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ പോവുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണ് നമ്മുടെ ഇവിടെ ഈ ഒരു സിട്രേറ്റ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സമയത്ത് ഇവിടെ അസ്റ്റൈൽ കോയ ഇല്ലേ, ഇതെന്തായിട്ട് റിമൂവ് ആകുന്നുണ്ട്, COASH ആയിട്ട് റിമൂവ് ആകുന്നുണ്ട്, കോഎൻസൈം ASH ആയിട്ട് റിമൂവ് ആകുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാം ഇവിടെ ഒരു NADH NADH അതേപോലെ തന്നെ NADH, അപ്പോൾ 3 NADH 3 NADH വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു GTP. ഓക്കെ, അപ്പോൾ നമുക്ക് 1 GTP or ATP എന്ന് പറയാം. പിന്നെ FADH അല്ലെ, FADH2 ആയിട്ട് 1 FADH2. പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പിന്നെ ഇവിടെ ഒരു കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ, ഇവിടെ ഒരു കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ റിമൂവ് ആകുന്നുണ്ട് അല്ലെ. അപ്പോൾ ടോട്ടൽ 2 കാർബൺ ഡയോക്സൈഡ് സൈക്കിളിൽ നിന്ന് റിമൂവ് ആകുന്നുണ്ട്. ഓക്കെ, അതായത് അത്രയാണ് വരുന്ന മാറ്റങ്ങൾ. അതേപോലെ തന്നെ എന്താണ് നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓക്സാലോ അസിറ്റേറ്റ് പ്ലസ് അസ്റ്റൈൽ കോയ എന്ന് പറഞ്ഞ് അത് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് വീണ്ടും എന്താണ് ഓക്സാലോ അസിറ്റേറ്റ് റീജനറേറ്റ് ചെയ്യാണ് അല്ലെ, റീജനറേഷൻ. ഓക്കെ, അങ്ങനെയാണ് വീണ്ടും ഈ സൈക്കിൾ എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാ കിട്ടുക? ഓക്കെ, ഒരു 2 കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ, 3 NADH, 1 FADH2, ഒരു ATP, ഒരു കോഎൻസൈം SH റിലീസ് ആകുന്നുണ്ട്. പിന്നെ ഓക്സാലോ അസിറ്റേറ്റ് 4 കാർബൺ ആയിട്ടുള്ള ഓക്സാലോ അസിറ്റേറ്റ് അവിടെ റീജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ക്രബ് സൈക്കിൾ വരുന്ന പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇനി നമുക്ക് എത്ര എമൗണ്ട് എനർജി ജനറേറ്റ് ചെയ്ത് നോക്കിയാലോ. എനർജിന്റെ കേസിലേക്കാണെങ്കിൽ നോക്കാം, ഇത് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു സൈക്കിളിനാണ്, ഒറ്റൊരു സൈക്കിളിൽ സംഭവിക്കുമ്പോൾ എത്രത്തോളം എനർജീസ് വരുന്നുണ്ട് നോക്കാം. ഫസ്റ്റ് കേസിൽ NADH ആണ് നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന കേസിൽ പറയുമ്പോൾ, അപ്പോൾ 3 NADH ആണ് ഒരു അസറ്റൈൽ കോയിൽ എന്താ പറയാ നമ്മുടെ ക്രബ് സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോൾ 3 NADH ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ ഒരു NADH എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ 2.5 ATP തുല്യമാണ്. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ 3 × 2.5 7.5 ATP. ഓക്കെ, ഇനി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് ഈ ഒരു മോളിക്യൂളിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, പങ്കെടുക്കുന്നുണ്ട് അല്ലെ, ക്യാരീസ് ഹൈ എനർജി ഇലക്ട്രോൺ ടു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നാണ് മേജറായിട്ട് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അറൌണ്ട് 7.5 ATP അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യും. FADHന്റെ കേസിലാണെങ്കിൽ 1 FADH എന്ന് പറയുമ്പോൾ 1.5 ആണ് വരുന്ന വാല്യൂ. അപ്പോൾ 1 × 1.5 എന്ന് പറയുമ്പോൾ 1.5 ATP ആണ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെ. അതും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ GTP എന്ന് പറയുമ്പോൾ ഈക്വൽ ടു ATP ആണ്. അവിടെ ഒരു GTP ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു ATP ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ കാർബൺ ഡയോക്സൈഡ് 2 ഉണ്ട്, അവിടെ ATP ജനറേഷൻ ഒന്നുമില്ല, കാർബൺ ഡയോക്സൈഡ് റിമൂവ് ആവുക ചെയ്യുന്നത്. അതേപോലെ തന്നെ COASH അല്ലെ, കോഎൻസൈം ASH റിമൂവ് ആവുന്നുണ്ട്, അവിടെയും ATP ജനറേഷൻ ഇല്ല. അപ്പോൾ ടോട്ടൽ എത്ര ATP ജനറേറ്റ് ചെയ്തു? 7.5 + 1.5 + 1 അല്ലെ. അപ്പൊ നോക്കിയേ, 7.5 ATP ഫ്രം NADH, അതേപോലെ തന്നെ 1.5 ATP ഫ്രം 1 FADH2, പിന്നെ ഒരു ATP ഫ്രം GTP. ടോട്ടൽ നമുക്ക് അറൌണ്ട് 10 ATP ആണ് ഒരു എന്താ പറയാ ക്രബ് സൈക്കിളിൽ, ഒരു അസറ്റൈൽ കോയ സൈക്കിളിൽ നമുക്ക് കിട്ടുന്നത് അറൌണ്ട് 10 ATP ആണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടാം. ഓക്കെ, അപ്പോൾ എനർജി പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ക്രബ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ടോട്ടൽ 10 ATPs ജനറേറ്റ് ചെയ്ത് വരും. ഓക്കെ, പിന്നെ അതിൽ ഡയറക്റ്റ് ATP നമുക്ക് ഒരെണ്ണേ കിട്ടുള്ളൂ, ബാക്കി രണ്ടും
ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ബാക്കി ATP ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ NADH ആണെങ്കിൽ NADH ഹൈ എനർജി ഇലക്ട്രോൺസിനെ കൊടുക്കുന്നുണ്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക്. ഓക്കെ, അപ്പോൾ അത് അവിടുന്ന് മേജറായിട്ട് ATP പ്രൊഡക്ഷൻ നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുക 10 ATP ആണ് എനർജി എന്ന് പറയുന്നത്. ഇത്രയും നമുക്ക് ക്രബ് സൈക്കിളിനെ കുറിച്ച് പറയാനുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ക്രബ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്രബ് സൈക്കിളിൽ സ്റ്റാർട്ടിങ് വിത്ത് നമ്മുടെ അസറ്റൈൽ കോയും ഓക്സോ അസറ്റേറ്റും അങ്ങനെ സീരീസ് ഓഫ് 8 എൻസൈം റിയാക്ഷൻസ് നടന്നിട്ട് ഫൈനലി ആ ഒരു ഫ്യൂമറേറ്റ് അല്ലെ, ഫ്യൂമറേറ്റിന്റെ പ്രസൻസിൽ ഫ്യൂമറേറ്റ് ഡീഹൈഡ്രോജനേസിന്റെ പ്രസൻസിൽ ഫ്യൂമറിക് ആസിഡ് എന്തായിട്ട് മാറുന്നുണ്ട്, ഫൈനലി മാലിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. മാലിക് ആസിഡ് ഫൈനലി എന്തായിട്ട് മാറും, നമ്മുടെ ഓക്സലോഅസറ്റേറ്റ് ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫ്യൂമറേറ്റ്, മാലിക് ആസിഡ് ടു ഓക്സലോഅസറ്റേറ്റ്. അപ്പോൾ ഫസ്റ്റ് ഒന്നും കൂടി പറയുകയാണെങ്കിൽ മൊത്തം സൈക്കിളിൽ വരുന്ന പ്രൊഡക്റ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സിട്രേറ്റ് അല്ലെ, സിട്രേറ്റ് ടു ഐസോസിട്രേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുക. ഐസോസിട്രേറ്റ് ടു ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ്, ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ടു സക്സിനൈൽ കോയെ, സക്സിനൈൽ കോയ ടു സക്സിനേറ്റ്, സക്സിനേറ്റ് ടു ഫ്യൂമറേറ്റ്, ഫ്യൂമറേറ്റ് ടു മാലൈറ്റ് ആൻഡ് ഫൈനലി ഓക്സാലോ അസറ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്രബ് സൈക്കിളിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.